ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. പ്രിയ രാജുവിനോട് പറയുന്നത് അവൻ എപ്പോഴും ആ മന്ത്രിയുടെ തിരുമോന്ത കണ്ടുകൊണ്ടിരിക്കണം, അതിനുവേണ്ടി പോവുക. രാധമ്മ പറയുക, നീ മാത്രമായിട്ട് എന്തിനാടാ പോകുന്നത്, നിന്റെ പെണ്ണും പിള്ളേം കൂടെ എഴുന്നള്ളിപ്പിച്ച് കൊണ്ടുപോകുന്നില്ലയോ? അതൊക്കെ കേട്ടിട്ട് നമ്മുടെ വേണുവേട്ടൻ പറയുക, മോനെ രാജു, കൊച്ചമ്മണി പറഞ്ഞതിനകത്തും കുറച്ച് കാര്യങ്ങളുണ്ട്. മോൻ കുറച്ച് ദിവസം ഹൃദയ മോളോടൊപ്പം ഇരിക്കുന്നതല്ലയോ നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരോട് എവിടെയെങ്കിലും ഒന്ന് കറങ്ങിയിട്ടൊക്കെ വാ. അവരങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രുക്മിണി അലറിക്കൂവി വിളിച്ചുകൊണ്ട് ഓടി വരുന്നു. രാധമ്മേ, പ്രിയേ, നിങ്ങളെല്ലാവരും ഒന്ന് ഓടി വാ. എന്താ രുക്മിണി എന്നിങ്ങനെ രാധമ്മ ചോദിക്കുമ്പോൾ അവൾ രമ്യ അവിടെ എല്ലാം അടിച്ച് പൊളിക്കുക, എല്ലാം നശിപ്പിക്കുന്നു, നിങ്ങളൊന്ന് ഓടി വാ. അത് കേട്ടിട്ട് വേണുവേട്ടനൊഴികെ ബാക്കി എല്ലാവരും അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ പെണ്ണൊരു വല്ലാത്ത ഏടാകൂടത്തിലോട്ടാണല്ലോ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇങ്ങനെ പോയ കാര്യങ്ങളൊക്കെ കുഴയുമല്ലോ എന്നിങ്ങനെ വേണുവേട്ടൻ അവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. രമ്യയാണെങ്കിൽ മുറിക്കുള്ളിൽ കിടന്ന പ്രാന്തിയെപ്പോലെ ടി വിയും അതും ഇതുമൊക്കെ തല്ലി പൊട്ടിച്ചിട്ട് എല്ലാം ഞാൻ നശിപ്പിക്കും, എല്ലാത്തിനെയും ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുവാണ്. രുക്മിണി ഓടിച്ചെന്ന്, മോളെ ഇങ്ങനൊക്കെ ചെയ്യാതെ മോളെ എന്ന് പറയുമ്പോൾ മിണ്ടിപ്പോകരുത്, എന്നെ മോളേന്ന് വിളിക്കരുത്, എന്നെ ചതിച്ച എല്ലാവരെയും ഞാൻ കൊല്ലും. അത് കണ്ടിട്ട് നമ്മുടെ കൊച്ചമ്മണി പറയുന്നു, അയ്യോ വട്ടായിപ്പോയി, മെൻ്റലാ, ഡോക്ടറെ വിളിക്ക് പെട്ടെന്ന്. ജയം പറയുക, ഇവിടെ തൊട്ടടുത്ത് ജസീർ എന്ന് പറഞ്ഞ ഡോക്ടറുണ്ട്. അപ്പോൾ പ്രിയ പറയുന്നു, അയ്യോ അതിനയാൾ സൈക്കാട്രിസ്റ്റ് ഡോക്ടറൊന്നും അല്ലല്ലോ. രാജു പറയുന്നു, ജസീന ഡോക്ടർ തന്നെ മതി, ഇഞ്ചക്ഷൻ കൊടുത്ത് മയക്കിക്കോളൂ. എന്നാൽ ഞാൻ പോയി വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ് ജയൻ പോകുന്നുണ്ട്. രമ്യയുടെ ഈ വിപ്രതിയും വെപ്രാളമൊക്കെ കണ്ടിട്ട് രാജുവിന് സങ്കടം തോന്നുന്നുണ്ട്. രാജു അടുത്ത് ചെന്നിട്ട് രമ്യ എന്നും പറഞ്ഞ് വിളിക്കുമ്പോൾ, ആഹാ നീയും വന്നോടാ, നിന്നെ കൊല്ലുവടാ, നിന്റെ ഭാര്യ എവിടാടാ? എന്നിട്ടൊരു പ്രാന്തിയെപ്പോലെ ഹൃദയെ നോക്കിയിട്ട് പറയോ, ഓഹോ നീയും വന്നിട്ടുണ്ടല്ലേ, എൻ്റെ നാശം കാണാനാണോടി നീ വന്നത് എന്നും പറഞ്ഞ് രമ്യ ഹൃതിയെ ആക്രമിക്കാനായിട്ട് ഒരുങ്ങുവാണ്. അത് മനസ്സിലാക്കി രാജു, രമ്യ നിൽക്കവിടെ, അടങ്ങി നിൽക്കവിടെ എന്നും പറഞ്ഞ് രാജുവും രുക്മിണിയും മറ്റുള്ളവരും ഒക്കെ അവളെ പിടിക്കുന്നുണ്ട്. അവരെയൊക്കെ അവളിങ്ങനെ പിടിച്ച് തള്ളി മാറ്റുവാണ്. രാധമ്മ പറയുന്ന, മോളെ രമ്യ ഒന്ന് സമാധാനപ്പെടാനോ? എന്ത് സമാധാനം? നിങ്ങളാ പെണ്ണും പിള്ള എന്നെ ചതിച്ചത്. നിങ്ങളുടെ വാക്ക് കേട്ട് ഞാൻ വിശ്വസിച്ചു പോയി. ഈ രാജു ഇവൻ എൻ്റെ ഭർത്താവാകുമെന്ന് ഞാൻ വിശ്വസിച്ചു. എന്നിട്ട് ഇവൻ എൻ്റെ ഭർത്താവായോ? ഇല്ല, ഇനി ഈ രമ്യക്ക് ജീവിക്കണ്ട. അവൾ അവിടെ കിടന്ന് കുതർവാണ്, എല്ലാവരും കയറി പിടിക്കുന്ന. കൊച്ചമ്മണി രാജുവിനോട് പറയുന്നു, എടാ അവളെ മുറുക്ക പിടിക്കടാ, അവൾക്ക് മുടിഞ്ഞ ആരോഗ്യമാണ്, അവളെ വിടരുത്. അവരെല്ലാവരും അവളെ മുറുക്ക പിടിച്ചിട്ടും അതൊന്നും പറ്റാതെ അവരെയൊക്കെ പിടിച്ച് വലിച്ചെറിഞ്ഞിട്ട് അവൾ മുകളിലത്തെ നിലയിലോട്ട് ആഞ്ഞു പിടിച്ച് ഓടുവാണ്. അവിടെ പുറകിന് രാജുവും രുക്മിണിയും രാധമ്മയും എല്ലാം വെച്ച് പിടിച്ച് ഓടുവാണ്. രമ്യ അങ്ങനെ ഓടിപ്പോയി അവിടെ ബെഡ്റൂമിനകത്തോട്ട് കയറി വാതിലങ്ങ് അടച്ച്. വാതിലിൻ്റെ പുറത്തു നിന്ന് രാജുവും രുക്മിണിയും എല്ലാവരും തട്ടുവാണ്. ഇടി രമ്യയെ കതവ് തുറക്കെന്ന് പറഞ്ഞിട്ട്. അവൾ കതവ് തുറക്കുവോ, ഇനി ഇവൾ അഭിനയിക്കുവാണോ എന്ന് പോലും സംശയമുണ്ട്. രാജു വാതിൽ തള്ളി തുറന്ന് അകത്തോട്ട് ഓടിച്ചെല്ലുവാണ്. എല്ലാവരും രാജുവിനോടൊപ്പം ഓടിച്ചെല്ലുമ്പോൾ രമ്യ ഫാനിലോട്ട് അവിടെ ഷോൾ ഇട്ടിട്ട് കെട്ടിത്തൂങ്ങാനുള്ള ശ്രമമാണ്. ഇതും രമ്യയുടെ ഒരു അഭിനയമായിരിക്കും. എന്താ രമ്യ നീ കാണിക്കുന്നേ എന്നും പറയും. രാജു വലിയ ബലപ്രയോഗം നടത്തി തന്നെ അവളെ താഴെ ഇറക്കുവാണ്. അവരെല്ലാവരും അവളെ കയറി പിടിക്കുന്നുണ്ട്. വിട് എന്നും പറഞ്ഞ് അവളൊരു പ്രാന്തിയെപ്പോലെ അഭിനയിക്കുവാണ്. അപ്പോഴേക്കും ജയൻ ഡോക്ടറെയും കൊണ്ട് വന്ന് ആ ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങൾ ആരും പേടിക്കണ്ട, ഇതൊരു ചെറിയ മെൻ്റൽ ഷോക്കാണ്, വയലൻ്റ് ആകാതെ നിങ്ങളിവിടുന്ന് പിടിച്ചിരുത്തിയാൽ മതി എന്നും പറഞ്ഞ് ഡോക്ടർ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. രമ്യയാണെങ്കിൽ രാജുവിനെ ഇട്ട് വലിച്ച് പറിക്കുക, വിട്. രാജുവും പേടിക്കുന്നുണ്ട്. രമ്യ ഒന്ന് അടങ്ങിയിരിക്കും രമ്യയെ. ഡോക്ടർ പറയുന്നു, നിങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ചോണേ എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ അവളെ ഇഞ്ചക്ഷൻ വെക്കുന്നുണ്ട്. ഇഞ്ചക്ഷൻ കിട്ടിയതുകൊണ്ടായിരിക്കും പെട്ടെന്ന് രമ്യ രുക്മിണിയുടെ തോളിലോട്ടങ്ങ് ചാഞ്ഞു കിടക്കുവാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നു, സെഡേഷൻ കഴിഞ്ഞിട്ട് കൊടുക്കാൻ ഞാൻ കുറച്ച് ടാബ്ലറ്റ് തരാം, നല്ല ക്ഷീണമുള്ള മെഡിസിന്, അതുകൊണ്ട് തൽക്കാലം വല്ല ജ്യൂസോ മറ്റോ കൊടുത്താൽ മതി, ഇനി ഈ കുട്ടി വയലൻ്റ് ആകില്ല, മയങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോകുന്നുണ്ട്. രമ്യ രുക്മിണിയുടെ മാറിലിങ്ങനെ ചാഞ്ഞ് ഉറങ്ങുവാണ്. രുക്മിണി മോളെ നോക്കി കരയുന്നുണ്ട്. എല്ലാവരും വളരെ സങ്കടത്തോടെ നിന്ന് കാണുവാണ്. രാജുവിനും ഭയങ്കര സങ്കടമുണ്ട്. പക്ഷേ രമ്യ ഒരിക്കലും ഭാര്യയായിട്ട് അംഗീകരിക്കാൻ രാജുവിനെ കൊണ്ട് കഴിയില്ല. അതെത്ര പറഞ്ഞാലും അവളും മനസ്സിലാക്കത്തില്ല, മറ്റുള്ളവരും മനസ്സിലാക്കത്തില്ല. ആകെ ഒരു ധർമ്മസങ്കടത്തിൽ തന്നെയാണ് രാജു നിൽക്കുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ ഹൃതികയുടെ അവസ്ഥയെക്കുറിച്ച് പറയണോ? താൻ കാരണമാണോ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്? പക്ഷേ രാജുവിനെ അവൾ ആത്മാർത്ഥമായി സ്നേഹിച്ചു പോയി. രാജു അവളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ലല്ലോ. ആകെ വിഷമിച്ചിരിക്കുന്ന വേണുവേട്ടൻ്റെ അടുത്തോട്ട് കൊച്ചമ്മണി വന്നിട്ട് പറയാ, എല്ലാവരും കൂടെ അവിടെ കുറ്റിയടിച്ച് നിൽക്കുന്നു, ഞാനിങ്ങ് പോന്നു. ഈ പിരിയളയ പെണ്ണിനെ ചങ്ങലക്കിടാതെ പിന്നെ വേറെ എന്ത് ചെയ്യാൻ പറ്റും?
ആ പെണ്ണ് ചോദിച്ച് വാങ്ങിയതല്ലയോ ഈ ദുരന്തം? ഒരുത്തന് കെട്ടാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ ഈ പെണ്ണ് പുറകിന് നടന്ന് ഇങ്ങനെയൊക്കെ വാങ്ങിച്ചത്? തള്ള കൊള്ളപ്പലിശക്കാരിയല്ലേ, പലിശ കൊടുത്ത് മുടിഞ്ഞവരുടെ പ്രാക്ക അനുഭവിക്കട്ടെ. അത് കേട്ടിട്ട് വേണിവട്ടം പറയാ, അവിടെ കയ്യിൽ നിന്നും കുറേ വാങ്ങിച്ചടിച്ചതല്ലേ കപ്പയും മീൻകറിയും ചിക്കൻ കറിയും പിന്നെ പൈസയായിട്ടും. അല്ലേ അത് കൊള്ളാലോ അച്ഛാ, ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നതിന് കൂലി വേണ്ടായോ? ഞാൻ അവൾക്ക് കുറച്ച് ബുദ്ധിയൊക്കെ അങ്ങോട്ട് പകർന്നു കൊടുത്തിട്ടുണ്ട്. അതിന് അവൾ കുറച്ച് നക്കാപ്പിച്ചയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഞാനത് വാങ്ങിച്ചിട്ടുമുണ്ട്. അപ്പോഴേക്കും ഇവിടെ ഓടിപ്പോയവരെല്ലാം തിരിച്ചങ്ങോട്ട് വരുന്നുണ്ട്. വേണിവട്ടൻ രാജുവിനോട് ചോദിക്കുന്നു, എന്തായടാ അവിടെ? ആ രമ്യ കുറച്ച് വയലൻ്റ് അയച്ചാ? ജയൻ പറയുന്ന മെൻ്റൽ ഷോക്കാ. നമ്മുടെ കൊച്ചമ്മണി അത് കേട്ടിട്ട് പറയുക, മെൻ്റൽ ഷോക്കോ? മെൻ്റൽ ഷോക്കെന്ന് വെച്ചാൽ ഈ തലേന്ന് കിളി പറന്നു പോയെന്നല്ലേ എൻ്റെ അർത്ഥം? അയ്യോ എൻ്റെ ദൈവമേ, ഇനി ഞാൻ പറഞ്ഞതുപോലൊക്കെ ആയി പോവുമല്ലോ. അവൾ തലയിലും ചെവിയിലും ഒക്കെ ചെമ്പരത്തിപ്പൂവും വെച്ചോണ്ട് ഇനി ഇങ്ങോട്ടെങ്ങാനും കയറി വരുമോ ദൈവമേ. മോങ്ങാനിരുന്ന നായുടെ തലയിൽ തേങ്ങ വീണ അവസ്ഥയായി രാധമ്മ. ആ കൊച്ചിനെ ഈ അവസ്ഥയിലാക്കിയത് ഞാനാ. എൻ്റെ മോൻ അവൾക്കുള്ളതാണെന്ന് ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തു പോയതല്ലയോ. പാപം, അവളത് വിശ്വസിച്ചു. ഇങ്ങനൊരു കൊടുംചതി ഉണ്ടാകുമെന്ന് ഞാൻ അറിഞ്ഞോ? എനിക്കിനി ഈ ജന്മത്ത് മനസമാധാനമായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റുമോ? പ്രിയ അത് കേട്ടിട്ട് പറയാ, അമ്മ കരയാതമ്മേ, അമ്മയല്ലല്ലോ തെറ്റുകാരി. രാജുവിനെ വശീകരിച്ചെടുത്തത് ഇവിടെ വേറെ മറ്റുള്ളവരല്ലയോ? ഇതിനൊക്കെയുള്ള ശിക്ഷ അവരനുഭവിച്ചോളും. അത് കേട്ടിട്ട് രാജു പറയുക, എന്നെ ആരും വശീകരിച്ചെടുത്തിട്ടില്ല. മറ്റുള്ളവരെ കുത്തിനോവിക്കുന്ന കാര്യമേ ഒട്ടും ശരിയല്ല, ഞാൻ പറഞ്ഞേക്കാം. എന്നിട്ട് രാജു ഹൃതിയോട് പറയുന്നു, മേഡം എനിക്ക് ജോലിക്ക് പോയേ പറ്റൂ, മേഡം അകത്തോട്ട് പോയിരുന്നു. രാജു അങ്ങനെ പറഞ്ഞത് കേട്ട് ഹൃതിയ റൂമിനകത്തോട്ട് പോവുകയാണ്. എന്ത് മഹാഭാവമാണ് ഞാൻ ചെയ്തത് ഈശ്വര എന്നൊക്കെ പറഞ്ഞ് രാധമ്മ അവിടെ നിന്ന് മോങ്ങുന്നുണ്ട്. രാജുവിൻ്റെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും വർമ്മയുടെ വീട്ടിൽ അറിയില്ലല്ലോ. രാവിലെ ശേഖരൻ മൊബൈലിൽ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ യാമിനി ഒരു ഗ്ലാസ് കോഫിയൊക്കെ കൊണ്ട് കൊടുത്തിട്ട്, ശേഖരേട്ടാ നമുക്ക് ഋതുമോളെ ഒന്ന് വിളിച്ചാലോ? വിളിക്കുന്നതിന് എന്താ കുഴപ്പം യാമിനി? പിന്നെ കല്യാണം കഴിഞ്ഞതല്ല ഉള്ളു, അവൾ അവിടെ നിന്ന് സെറ്റാകട്ടെ. എന്ത് സെറ്റാകാനാ ശേഖരേട്ടാ? ഋതുമോൾ അവരോടൊപ്പം കുറേ നാൾ ആ വീട്ടിൽ താമസിച്ചിരുന്നതല്ലേ? ഓ അത് ശരിയാണല്ലോ യാമിനി, ഞാനതങ്ങ് മറന്നുപോയി. അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രാജു അങ്ങോട്ട് വരുന്നുണ്ട്. യാമിനി പറയുന്നുണ്ട്, ദാണ്ട ശേഖരേട്ടാ രാജു വന്നല്ലോ. വീട്ടിലുണ്ടായ പ്രശ്നങ്ങളും സകല വേദനകളും മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച് രാജു നിറഞ്ഞ പുഞ്ചിരിയോട് അവരുടെ അടുത്തോട്ട് ചെല്ലുവാണ്. ശേഖരൻ ചോദിക്കുന്നു, എന്താ രാജു ഒറ്റയ്ക്ക്? എന്താ ഋതുമോളെ അവിടെ കൊണ്ടുവരാഞ്ഞത്? അതിന് ഞാൻ ജോലിക്ക് വന്നതല്ലേ ശേഖരൻ സാറേ. ജോലിക്കോ എന്നും പറഞ്ഞ് ശേഖരൻ പെട്ടെന്ന് ചാടി അങ്ങ് എഴുന്നേക്കുവാണ്. യാമിനി ഒരു കളിയാക്കി ചിരിയോടെ പറയുക, കല്യാണം കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ ആരെങ്കിലും ജോലിക്ക് വരുമോ രാജു? ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ രാജു? ശേഖരന് ചിരി വരുവാണ്. അതെ, കുറച്ച് ദിവസം ഭാര്യയോടൊപ്പം ഒന്ന് ഇരിക്കി, വല്ല ടൂറിനൊക്കെ ഒന്ന് പോ, അങ്ങനെയൊക്കെ അല്ലേ വേണ്ടത് എന്നും പറഞ്ഞ് യാമിനിയും കളിയാക്കുന്നുണ്ട്. അതൊക്കെ കേട്ട് ഒരു ചെറിയ നാണത്തോടെ പുഞ്ചിരിച്ചു നിൽക്കുന്ന രാജുവിനോട് ശേഖരൻ പറയുന്നു, നീ നാണിക്കൊന്നും വേണ്ട, അങ്ങനെയൊക്കെയാ നവദമ്പതികൾ ചെയ്യുന്നത്. അല്ല വർമ്മസാറ് പോയോ? ചേട്ടൻ ഓഫീസിൽ പോയി. രാജു വരുമെന്ന് യാതൊരു പ്രതീക്ഷയും ചേട്ടനില്ലല്ലോ. അങ്ങനെ അവർ രണ്ടുപേരും ചിരിച്ചോണ്ട് പറയുന്നു, രാജുവിനെല്ലാം തലതിരിഞ്ഞാണെന്ന് ചേട്ടൻ അറിയില്ലല്ലോ. രാജു ചിരിച്ചോണ്ട് ചോദിക്കുന്നു, യാമിനി മേഡം ശേഖരൻ സാറോട് എന്നെ കളിയാക്കുവാണോ? അയ്യോ ഞങ്ങൾ കളിയാക്കിയതൊന്നുമല്ല, അറിയാത്ത കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു തരുമല്ലേ. യാമിനി പറയാ, രാജു ഇതിനു മുമ്പ് ഈ കുടുംബത്തിലെ പ്രിയപ്പെട്ടവനായിരുന്നു. ഇപ്പോൾ അത് മാത്രമല്ല, ഞങ്ങളുടെ മരുമകൻ കൂടിയാണ്. മരുമകനാകുമ്പോൾ നീ കുറേ കൂടെ ഞങ്ങളുടെ സ്വന്തമല്ലേ എന്ന് ശേഖരനും ചോദിക്കുന്നുണ്ട്. ഞാനൊരു അഭിപ്രായം പറയാം, നീ ചേട്ടനോട് പറഞ്ഞ് കുറച്ച് ദിവസം ലീവ് എടുക്കണം. കുറഞ്ഞതൊരു 15 ദിവസമെങ്കിലും എടുക്കണം. നിങ്ങൾ എന്നിട്ട് ടൂറിന് പോകും. മലേഷ്യയോ സിംഗപ്പൂരോ ജോർജോ എവിടാണെന്ന് പറഞ്ഞാൽ മതി. രാജു ഋതുമോളോടെ ചോദിച്ചിട്ട് എവിടാണെന്ന് തീരുമാനിക്കും. ട്രിപ്പ് ഞാൻ അറേഞ്ച് ചെയ്തോളാം. അപ്പോൾ മുകളിൽ നിന്ന് അമ്മ പിശാശം മകൻ വേതാളവും കൂടെ ഇറങ്ങി വരുന്നുണ്ട്. അംബിക ചോദിക്കുന്നു, ആഹാ പുതുമണവാളൻ വന്നോ? ഒരു പരിഹാസത്തോടെ, അല്ല മണവാട്ടിയെ കൊണ്ടുവന്നില്ലേ? ഇയാൾ കല്യാണം കഴിക്കുമ്പോൾ ചതിച്ച ഒരു പെണ്ണില്ലേ? എന്താ അവിടെ പേര്? അവിടെ പേരും മറന്നു. അംബികയുടെ ഒരു അഭിനയം. ഉടനെ ദീപക് പറയാം, അമ്മേ രമ്യ അവളുടെ പലവട്ടം വന്നിട്ടുള്ളതല്ലേ? അവളീ കഴിഞ്ഞ ഓണാഘോഷത്തിന് വന്നിരുന്നല്ലോ. ആ അതെ അതെ. അല്ല അവൾക്ക് വട്ടായിപ്പോയെന്ന് കേട്ടല്ലോടാ രാജു, നേരാണോ? അങ്ങനെ ചോദിച്ചപ്പം നമ്മുടെ രാജുവിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. പണ്ടത്തെ പോലൊന്നും അല്ലല്ലോ രാജു, ഇപ്പോൾ അടുത്ത മരുമോനല്ലേ. രാജു അങ്ങോട്ട് നെഞ്ചു നിവർത്ത് നിന്നോട്ട് പറയുന്നത്, അവൾക്ക് വട്ടാണെന്നൊന്നും എനിക്കറിയില്ല മേഡം. ഞാനേ സൈക്കാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റോ ഒന്നുമല്ല പോയി ചികിത്സിക്കാൻ. അംബികയ്ക്ക് ഏറ്റ ഒരടിയാണ് രാജു കൊടുത്തത്. വലിയ കാര്യത്തെ അംബിക ഓടി വന്നത് രാജുവിനെ ഒന്ന് ചമ്മിപ്പിക്കാനായിട്ട്. ഇപ്പം ചമ്മി വിളറി നിൽക്കുന്നത് അമ്മയും മോനുമാണ്. ശേഖരനും യാമിനിക്കും ചിരിയും വരുന്നു.
രാജു നല്ല ബോൾഡായിട്ട് അംബികയുടെ മുഖത്ത് നോക്കി പറയുക, പിന്നെ രമ്യയെ ഞാൻ പ്രേമിച്ചിട്ടുമില്ല, കല്യാണം കഴിക്കാമെന്ന് വാക്കും കൊടുത്തിട്ടില്ല. എന്നെ അവളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ശ്രമിച്ചത് വേറെ ആളുകളല്ലേ. അംബികയുടെ തലമണ്ടയ്ക്കൊരു അടി കൊടുക്കുന്ന പോലെ ആയിപ്പോയത്. കാരണം രാജുവിനറിയാലോ അംബിക ഇതിൻ്റെ പിന്നിൽ കളിച്ച ആളാണെന്ന്. എനിക്കതിൽ എന്ത് ചെയ്യാൻ പറ്റും മാഡം? അവൾക്ക് പിന്നെ വട്ടായി പോയെങ്കിലേ അവൾ പോയി വല്ല മെൻ്റൽ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കട്ടെ. ശേഖരനെ യാമിനിക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല. രമ്യക്കിനി അതിന് ബോധമില്ലെങ്കിൽ അവിടെ കാര്യത്തിൽ സങ്കടമുള്ള പലരും ഉണ്ടല്ലോ. അതൊക്കെ അംബികയെ താഴ്ത്തുവാണെന്ന് അംബികയ്ക്ക് മനസ്സിലായി. അവരൊക്കെ കൂടെ കൊണ്ടുപോയി ചികിത്സിക്കട്ടെ. അതല്ലേ ശേഖരൻ സാറേ അതിൻ്റെ ശരി. അത്രയും നേരം അടക്കി പിടിച്ചിരുന്ന ചിരി ശേഖരനെ യാമിനി അങ്ങ് ചിരിച്ചു പോയി. പിന്നല്ലാതെ രാജു, ദാറ്റ്സ് റൈറ്റ് എന്ന് പറഞ്ഞ് ശേഖരൻ അങ്ങ് ചിരിക്കുവാണ്. എന്തൊക്കെയോ കരുതി വന്ന അമ്മയും മോനും മിണ്ടാട്ടം പോലും മുട്ടിയിങ്ങനെ നാണം കെട്ടവിടെ നിൽക്കുവാണ്. രാജു ശേഖരനോട് പറയുന്നു, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അംബികയെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. പണ്ടൊക്കെയാണ് രാജു ഒരുമാതിരി പേടിച്ചായിരുന്നു അംബികയെ നോക്കുന്നത്. ഇപ്പം രാജുവിൻ്റെ നോട്ടവും ഭാവവും വർത്തമാനവും ഒക്കെ മാറിപ്പോയി. ഇനി അംബികയ്ക്ക് ഇരിക്കുന്ന രാജു കൊടുക്കാൻ പോകുന്നതൊക്കെ. നാണം കെട്ട് അംബിക ശേഖരനോട് ചോദിക്കുക, എല്ലാവരും കൂടെ എന്നെ കളിയാക്കാൻ നോക്കുമായിരുന്നില്ലേ? അതെ, ചേച്ചിയും മോനോടെ കളിയാക്കാൻ നോക്കിയത് രാജുവിനെ ആയിരുന്നു. ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കിയാൽ കൊള്ളാം. രാജു ഇപ്പോൾ പഴയ രാജു അല്ല, പ്രതാപവർമ്മയുടെ മരുമകനാ. അതായത് നമ്മുടെയും മരുമകൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് യാമിനി വാ എന്നും പറഞ്ഞ് ശേഖരൻ അങ്ങ് പോവുകയാണ്. രാധമ്മയുടെ നാടകം അരങ്ങേറിക്കൊണ്ടിരിക്കുവാണ്. രാധമ്മ വിങ്ങിയും പൊലമ്പിയൊക്കെ കരയുവാണ്. അത് കണ്ടുകൊണ്ട് പ്രിയ സമാധാനിപ്പിക്കുന്നു. ഋതികയും കൊച്ചമ്മണിയും വേണുവേട്ടനും എല്ലാം അവിടെ നിൽപ്പുണ്ട്. ഋതിക സങ്കടത്തോടെ രാധമ്മയെ നോക്കി നിൽക്കുക. പ്രിയ അത് കണ്ടിട്ട്, അമ്മ കരയാതമ്മേ, ഇതൊക്കെ നമുക്ക് പറ്റിയ തെറ്റ് എന്നിങ്ങനെ ഋതിയെ ദേഷിച്ച് നോക്കിയിട്ടാണ് പറയുന്നത്. രാധമ്മ പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക. എന്നാലും ആ പാപം പെങ്കൊച്ചിന് എത്രത്തോളം കേട്ടോണ്ടിരിക്കും വേണുവേട്ടൻ. വേണുവേട്ടൻ പറയാ, എടി രാധമ്മേ, നീ ഉൾപ്പെടെ ആരും ആ പെങ്കൊച്ചിന് ഇവിടുന്ന് ആരും ഒന്നും ചെയ്തിട്ടില്ല. നീ വാക്കു പറഞ്ഞൊന്നും പറഞ്ഞ് എന്തിനാണ് ഈ വിഷമിക്കുന്നത്? കല്യാണം നിന്റെ മകനല്ലേ, അപ്പോഴേ അവൻ്റെ ഇഷ്ടമല്ലേ പ്രധാനം. അത് കേട്ടിട്ട് പ്രിയ അച്ഛൻ ന്യായീകരിക്കൊന്നും വേണ്ട. എടി പ്രിയേ, നീ എന്ന് മുതലാ രമ്യയെ ന്യായീകരിക്കാൻ തുടങ്ങിയെന്നൊക്കെ എനിക്കറിയാം. അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതിനിപ്പോട്ടെ, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നാലും ഒരു സത്യം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാം. രാജു ഈ നിൽക്കുന്ന ഋതിക മോളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നവരല്ലേ നമ്മളെല്ലാവരും. പിന്നീട് ഏത് കാരണത്തിന് വേണ്ടി ആയാലും അതിനൊരു തിരുത്ത് വരുത്തിയതാണ് കാരണം. ആ തകർന്നു കിടക്കുന്ന പെണ്ണിൻ്റെ ജീവിതത്തിന് ആര് സമാധാനം പറയും? നിങ്ങൾ പറയുമോ? രാധമ്മ ചോദിക്കുക. രാധമ്മയുടെയും പ്രിയയുടെയും കുത്തുവാക്കും കരച്ചിലും ഒക്കെ കേട്ട് സഹി കെട്ട് ഋതിക അവിടുന്ന് സങ്കടത്തോടെ മുറിയിലോട്ടങ്ങ് ഓടിപ്പോവാണ്. അത് കണ്ടുകൊണ്ട് കൊച്ചമ്മണി മാർഡി അങ്ങോട്ടെന്ന് പറഞ്ഞ് പ്രിയെ തള്ളി മാറ്റിയിട്ട് ഋതികയുടെ അടുത്തോട്ട് പോകുന്നുണ്ട്. മോൾ അതൊന്നും കേട്ട് വിഷമിക്കാൻ നിൽക്കരുത്. അമ്മയും മോളും കൂടെ ചേർന്ന് മനഃപൂർവ്വം മോടെ മനസ്സിനിട്ട് കുത്തുന്നതാ. മോളത് കേട്ട ഭാവവേ നടിക്കരുത്. ഒരമ്മയും മോളും നടക്കുന്നു, ഇതൊക്കെ പ്രശ്നം വേറെയാ മോളെ. രാജുവും രമ്യയും കൂടെയുള്ള വിവാഹം നടക്കുവാണെങ്കിൽ നല്ല ഒരു തുക രമ്യ അവൾക്ക് വാഗ്ദാനം നൽകിയിരുന്നു. അത് പോയതിൻ്റെ സങ്കടം മോളെ. അല്ല വല്യമ്മേ, എൻ്റെ രാധമ്മ അങ്ങനെയുള്ള ഒരാളല്ല. എൻ്റെ മോളെ ഈ രാധമ്മ ആരാന്ന് മോൾക്ക് അറിയത്തില്ല. പഠിച്ച കള്ളിയാ അവള്. അവളെ വെളുത്ത് ചുമന്നിരിക്കുന്ന പറഞ്ഞ് മോള് തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. മിന്നുന്നതെല്ലാം പൊന്നല്ല. ഇങ്ങനെ ഒന്നും പറയല്ലേ വല്യമ്മേ എന്ന് പറയുമ്പോൾ അമ്മണി പറയാം, മോളെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ലയോ. മോൾ ഇവളുമാരെയൊക്കെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു മോളെ. എനിക്കൊന്ന് ബ്യൂട്ടീഷ്യൻ ചെയ്യണം. കുറച്ച് ചിലവുണ്ടായിരുന്നു. കൈ കാശൊന്നും ഇല്ലായിരുന്നു. അതിനെന്താ വല്യമ്മേ, കാശ് ഞാൻ തരാമല്ലോ. ഇത് ജനലിൻ്റെ അടുത്ത് നിന്ന് നമ്മുടെ ജയൻ കാണുന്നുണ്ട്. വല്യമ്മേ, കാശാട്ട് എൻ്റെ കയ്യിൽ 5000 ഇരിപ്പുള്ളൂ. ഇപ്പോൾ അത് മതിയോ? അതല്ലെങ്കിൽ ഞാൻ ഫോണിൽ കൂടെ അയച്ചു തരാം. അയ്യോ വേണ്ട മോളെ, കാശാട്ട് ഇങ്ങ് തന്നാൽ മതി എന്നും പറഞ്ഞ് കൊച്ചമ്മണി 5000 രൂപ ഋതികയുടെ കയ്യിൽ നിന്ന് അടിച്ചെടുക്കുന്നുണ്ട്. വലിയ വലിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുമോ മോളെ? അതൊക്കെ ഞാൻ പുറകിന് പറയാം. ഇപ്പോൾ ഞാൻ പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് കൊച്ചമ്മണി അങ്ങനെ കുലുക്കി കുലുക്കി പോകുന്നുണ്ട്. അങ്ങനെ ജയൻ കൊച്ചമ്മണി വരുന്നതും കാത്ത് അവിടെ നിൽക്കുക. നീ എന്താടാ കള്ളന്മാരെപ്പോ ഇങ്ങനെ പതുങ്ങി പതുങ്ങി നിൽക്കുന്നത്? ഞാൻ കേട്ടല്ല. എടാ ജയ, ഒളിച്ചു നിന്ന് കേൾക്കുന്ന നല്ല സ്വഭാവമല്ല. ഞാൻ പോകാൻ വരട്ടെ. ഷെയർ ഇങ്ങോട്ടിട്. ഷെയറോ? ഞാൻ കണ്ട 5000 തന്നത്. 5000ൻ്റെ ഷെയർ ഇങ്ങോട്ട് തന്നേ. കൊച്ചമ്മണി അങ്ങനെ ഒരു 500 രൂപ കൊടുക്കുമ്പോൾ 500 ഒന്നും പോരാ, 1500 വേണം എന്നും പറഞ്ഞ് കൊച്ചമ്മയുടെ കയ്യിൽ നിന്ന് 1500 രൂപ ജയൻ വാങ്ങിക്കുന്നുണ്ട്.
എന്തൊരു നാണം കെട്ട ജന്മങ്ങള്. പെര കത്തുമ്പം തന്നെ വേണം കഴുക്കോൽ ഊരേണ്ടത്. ഇതുങ്ങൾ അങ്ങനത്തെ ജന്മങ്ങളാണെന്ന് തോന്നുന്നു. നമ്മുടെ രാജു ബൈക്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. അത് കണ്ടിട്ട് നമ്മുടെ കൊച്ചമ്മണി പറയാ, ആ രാധമ്മ ഋതിയ മോളെ വഴക്ക് പറഞ്ഞത് കുറച്ചുകൂടെ എരിവും പുളി അങ്ങോട്ട് ചേർത്ത് ഇവനോട് പറഞ്ഞു കൊടുക്കാം. മോനെ രാജു, അമ്മയോട് പോയി വഴക്കിടത്തില്ലെങ്കിലേ ഇവിടെ നടന്ന കുറെ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് പറയാം. രാധമ്മ ഇത്രയ്ക്കൊക്കെ വൃത്തികെട്ട രീതിയിൽ ആ കൊച്ചിനെ വഴക്ക് പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. രാജുവിന് നല്ലതുപോലെ അറിയാലോ കൊച്ചമ്മണിയെ. ഇത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ്. രാജു ഇങ്ങനെ അനങ്ങാതെ നിൽക്കുക. അത് കണ്ടിട്ട് കൊച്ചമ്മണി മനസ്സിൽ പറയാം, ഇവനെന്താ മരവാഴയോ, ഒരു വികാരവും ഇല്ലല്ലോ. അല്ലടാ മോനെ, വലിയ കൊട്ടാരത്തിലെ കൊച്ചാന്നുള്ളതൊക്കെ അങ്ങ് വിട്ടേരെ. മകൻ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണല്ലോ. അല്ല അളിയൻ്റെ അമ്മ എന്തോന്നാ പറഞ്ഞേ. അപ്പോൾ ഫ്രണ്ട്സ്, രാജു ഇപ്പോൾ പഴയ രാജുവല്ല. രാജു എല്ലാവരെയും മനസ്സിലാക്കി കഴിഞ്ഞ് ആരുടെ മനസ്സാണ് നല്ലത്, ഇനി എല്ലാവരെയും മനസ്സിലാക്കി തന്നെ മുന്നോട്ട് ജീവിക്കണം എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് നമ്മുടെ രാജു. ഇനി അതിനെക്കുറിച്ചുള്ള റിവ്യൂ ഒക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവ സബ്സ്ക്രൈബ് ചെയ്യണേ.